വീഡിയോ പാർട്ട് 2 ആണ് ചെയ്യുന്നത്. അപ്പോഴത്തേക്ക് ഞാൻ ഒരു സാരി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്ക് നമുക്ക് സാരി ഡ്രേപ്പിംഗ് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാനാണെങ്കിൽ റീൽസിനൊക്കെ ഉടുക്കുന്ന ഒരു റെയിൻബോ സാരി ഉണ്ട്. അപ്പോൾ ആ റെയിൻബോ സാരിയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ എനിക്ക് വണ്ണം ഉള്ളത് കാരണം ലെങ്ത് കിട്ടണമെങ്കിൽ ബ്ലൗസ് പീസ് മുറിച്ച് കഴിഞ്ഞാൽ ലെങ്ത് കിട്ടത്തില്ല. അപ്പോൾ ഞാൻ ബ്ലൗസ് പീസ് മുറിക്കാതെ എടുത്തേക്കുവാണേ. അപ്പോഴത്തേക്ക് ഞാൻ ആ ബ്ലൗസ് പീസ് ആദ്യം ടക്കിൻ ചെയ്ത് നല്ല പോലെ ഫേമായിട്ട് ടക്കിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പതുക്കെ ഒന്ന് കറങ്ങി ഒന്ന് ഉടുത്ത് നോക്കാം. അത് കഴിഞ്ഞ് നമുക്ക് ഫസ്റ്റ് പ്ലീറ്റ്സ് ഒക്കെ എടുക്കാം. അപ്പോൾ നമ്മൾ നല്ല പോലെ ടക്കിൻ ചെയ്തിട്ട് നല്ല ഫേമായിട്ട് വെച്ചിട്ട് നമ്മൾ അത്യാവശ്യത്തിന് ലെങ്ത്ത് എടുത്ത് പ്ലീറ്റ്സ് എടുക്കണേ. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഇത് മുന്താണിയൊക്കെ കറക്റ്റായിട്ട് നമ്മൾ പ്ലീറ്റ്സ് എടുക്കുവാണ്. നമ്മൾ മുന്താണിയൊക്കെ കറക്റ്റായിട്ട് പ്ലീറ്റ്സ് എടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ നല്ല ഭംഗിയായിട്ട് പ്ലീറ്റ്സ് എടുക്കുവാണ്. അപ്പം നമുക്ക് അത്യാവശ്യത്തിന് ലെങ്ത്തൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് പ്ലീറ്റ്സ് എടുത്ത് കുത്താം. അപ്പോൾ ഞാൻ പതുക്കെ അത്യാവശ്യത്തിന് പ്ലീറ്റ്സൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആദ്യത്തെ 2 പ്ലീറ്റ് നമ്മൾ അകത്തോട്ട്, ബാക്കി പ്ലീറ്റ്സ് എല്ലാം വെളിയിലോട്ട് വെച്ചിട്ട് നമ്മൾ ആദ്യത്തെ 2 പ്ലീറ്റ് അകത്തോട്ട് വെച്ചിട്ട് നന്നായിട്ട് കുത്തുവാണ്. നമ്മൾ നന്നായിട്ട് ടക്കിൻ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഫ്രണ്ടിൽ ആ പ്ലീറ്റ്സൊക്കെ നല്ല ഷേപ്പിന് വരണം. അപ്പോൾ നമ്മൾ ഫ്രണ്ടിൽ നല്ല ഷേപ്പിന് വെച്ച് കൊടുത്തു. അപ്പോൾ നമ്മൾ ആദ്യത്തെ ഒരു സ്റ്റേജ് കഴിഞ്ഞു. പിന്നെ നമ്മൾ എക്സ്ട്രാ ബാക്കിൽ വന്ന ആ പാർട്ടില്ലേ, അത് നമ്മൾ ബാക്കിൽ നമ്മൾ അകത്തോട്ട് ടക്കിൻ ചെയ്ത് നമ്മൾ ബാക്കിൽ ആ എക്സ്ട്രാ വന്ന ക്ലോത്ത് ആണെങ്കിൽ നമ്മൾ ബാക്കിൽ ടക്കിൻ ചെയ്ത് വെച്ചു. ഇനി നമ്മൾ ഫ്രണ്ട് ശരിയാക്കുവാണ്. ഫ്രണ്ട് നമ്മൾ ഫസ്റ്റ് പ്ലീറ്റ്, അപ്പം ഞാൻ വലിയ എക്സ്പേർട്ടൊന്നും അല്ലാത്തത് കൊണ്ട് ഞാൻ ആദ്യം ഒരു ഫസ്റ്റ് പ്ലീറ്റ് നമ്മൾ പിൻ ചെയ്ത് വെക്കുവാണ്. നല്ല എക്സ്പേർട്ടൊക്കെ ആണെങ്കിൽ അതിൻ്റെ അറ്റത്ത് കുറച്ച് പ്ലീറ്റ്സ് എടുത്തിട്ട് നമ്മളെല്ലാം കൂടെ ചേർത്ത് കുത്തും. ഞാനിപ്പം ഫസ്റ്റ് പ്ലീറ്റ് പിൻ ചെയ്യുവാണേ. അപ്പോൾ ഗൈസ്, നമ്മൾ ഫസ്റ്റ് പ്ലീറ്റ് നല്ല ഫേമായിട്ട് പിൻ ചെയ്ത് എടുക്കുവാണ്. അങ്ങനെ പിൻ ചെയ്തിട്ട് നമ്മൾ ഓരോരോ പ്ലീറ്റ്സ്, ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത് കാരണം എനിക്ക് അല്ലാതെ ബാലൻസ് കിട്ടത്തില്ല. അല്ലാതെ എനിക്കൊരു പെട്ടെന്നൊരു ഷേപ്പ് കിട്ടുന്നത്. ചിലവരാണെങ്കിൽ പ്ലീറ്റ്സ് എടുത്തിട്ട് നേരത്തെ പിൻ ചെയ്ത് വെക്കും കേട്ടോ. നേരത്തെ പ്ലീറ്റ്സ് ഒക്കെ ഓൾറെഡി സെറ്റ് ചെയ്ത് വെക്കാറും ഉണ്ട്. അപ്പോഴത്തേക്ക് ഞാൻ എന്തായാലും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുവാണ്. ആദ്യം ഒരു പ്ലീറ്റ് വെച്ചു, അത് കഴിഞ്ഞിട്ട് ബാക്കി പ്ലീറ്റ്സൊക്കെ കൈകൊണ്ട് ഓരോന്നോരോന്ന് എടുത്തിട്ട് എല്ലാം കൂടെ ചേർത്ത് നമ്മൾ ഇങ്ങനെ ഒരു നല്ല കറക്റ്റ്, അപ്പോൾ നമുക്കൊരു ഐഡിയ ഉണ്ടല്ലോ എങ്ങനെ വരുമെന്ന്. അപ്പോഴത്തേക്ക് അപ്പോൾ ഇത് നമ്മുടെ ഇതായിട്ട് റെയിൻബോ സാരി പല പല കളേഴ്സൊക്കെ ഉള്ളതുകൊണ്ട് നല്ല രസമുണ്ട്. ഓരോരോ പ്ലീറ്റ്സിനും ഓരോരോ ഷെയ്ഡാണ് വന്നേക്കുന്നത്. അങ്ങനെ നമ്മൾ പ്ലീറ്റ്സ് എല്ലാം എടുത്ത് അപ്പോൾ സാരി ഉടുപ്പ് ഏകദേശം നമ്മൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്.
അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു ഫംഗ്ഷന് എന്തെങ്കിലും എവിടെയെങ്കിലും ഒന്ന് അത്യാവശ്യമായിട്ടൊന്ന് സാരി ഉടുക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ നമ്മളെ കൊണ്ട് പറ്റും. അപ്പോൾ എന്തായാലും സാരി ഏകദേശം ഉടുത്ത് അടിപൊളിയായിട്ട് നമ്മൾ സാരി ഉടുത്ത് റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പം ഈ ബ്ലൗസിനാണെങ്കിൽ പുറകിൽ ആണ് കെട്ടും കാര്യങ്ങളൊക്കെ. ഞാൻ എടുത്തപ്പോഴത്തേക്ക് അഴിഞ്ഞും പോയി. ഇനിയിപ്പോൾ അത് നല്ലോണം കെട്ടി ഒന്നുകൂടെ വെക്കണം. എന്തായാലും സാരി ഉടുത്ത് കംപ്ലീറ്റായി. ഇനിയും ബാക്കി മേക്കപ്പും ബാക്കി ആക്സസറീസും കൂടെ നമുക്ക് ഇട്ട് നല്ലോണം ഒരുങ്ങാം. അപ്പോഴത്തേക്ക് ഞാൻ കുറേ നാളായി കേട്ടോ കാലിൽ നെയിൽ പോളിഷൊക്കെ ഇട്ടിട്ട്. അപ്പോൾ എന്തായാലും നെയിൽ പോളിഷൊക്കെ ഇട്ടു. പിന്നെന്താ ഇത് കാലിൽ മിഞ്ചി ഇട്ടിട്ട് എത്രയോ നാളായി. അപ്പോൾ മിഞ്ചി മേടിച്ചിട്ട് അപ്പോൾ അന്ന് കുറച്ചൊക്കെ ഇട്ട് റീൽസൊക്കെ എടുത്തു, ഫോട്ടോയൊക്കെ എടുത്തു. പിന്നെ ഇപ്പോഴാണ് ഈ മിഞ്ചിയുടെ കാര്യം ഞാൻ ഓർക്കുന്നത്. അപ്പോഴത്തേക്ക് മിഞ്ചി ഇടുവാണേ. അപ്പോഴത്തേക്ക് എന്താ അയ്യോ എൻ്റെ വിരൽ കയറുന്നില്ല. അപ്പോൾ സത്യത്തിൽ വിരൽ മാറിപ്പോയി. വിരൽ മാറിപ്പോയി. ഞാൻ എന്നിട്ട് കഷ്ടപ്പെട്ട് കയറ്റും കേട്ടോ. ഇനിയും കുറച്ച് നേരം കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് വിരൽ മാറിപ്പോയെന്ന്. എന്തായാലും കറക്റ്റ് വിരലിൽ നമ്മൾ കയറ്റി. ഇനിയും അപ്പം മിഞ്ചി ഇട്ടു. ഇനി നെക്സ്റ്റ് അടുത്ത നമുക്ക് മുടിയൊക്കെ നല്ലോണം ചീകി ഓൾറെഡി ഞാൻ നല്ലോണം റെഡിയാക്കി കെട്ടി വെച്ചേക്കുക. ഇനി കുറച്ചും കൂടെ ഒന്നുകൂടെ ഭംഗിയായിട്ട് മുടിയൊക്കെ ഒന്ന് ചീകി റെഡിയാക്കുവാണേ. മുടി ഓൾറെഡി നമ്മൾ ഉടക്കൊക്കെ എടുത്ത് നല്ല അടിപൊളിയാക്കി സെറ്റ് ചെയ്ത് വെച്ചതാണ്. പിന്നെ നമ്മൾ ഒന്നുകൂടെ അഴിച്ചൊക്കെ ഇട്ടിട്ട് നല്ലോണം മുടിയൊക്കെ സെറ്റ് ചെയ്ത് വെക്കുവാണേ. നമ്മൾ മുടിയൊക്കെ നല്ല റെഡിയാക്കി അടിപൊളിയാക്കി എടുത്ത് ഇനി കയ്യിൽ വിരലിൽ മോതിരം ഇടുവാണ്. അത് ഞാൻ കുറേ ഇങ്ങനെ നമ്മൾ ഫാൻസി സ്റ്റോറിലൊക്കെ പോകുമ്പോൾ കാണുമ്പോൾ ഓരോ മോതിരം ഇഷ്ടപ്പെട്ട് കുറേ മേടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതേപോലെ റീൽസ് പിന്നെ എവിടെയെങ്കിലും പുറത്തൊക്കെ കറങ്ങാനൊക്കെ പോകുമ്പോഴാണ് ഇടുന്നത്. വീട്ടിലൊന്നും യൂസ് ചെയ്തില്ല, എന്തെങ്കിലും വീഡിയോസ് എന്തെങ്കിലും. അപ്പോൾ കുറേ നാൾക്ക് ശേഷം ഞാൻ നെയിൽ പോളിഷൊക്കെ ഇട്ടു, മിഞ്ചി ഇട്ടു, മോതിരം ഇട്ടു, മുടി സെറ്റാക്കി. ഇനി എന്താ കുപ്പിവള ഇനി എനിക്ക് ഒരുപാട് കളക്ഷൻ ഉണ്ടായിരുന്നു. പക്ഷേ എല്ലാം ഇട്ടിട്ട് എനിക്ക് കൈക്ക് വണ്ണം കൂടുന്നതനുസരിച്ച് നമ്മൾ ഈ കുപ്പിവള അങ്ങോട്ട് ഇടുമ്പോഴത്തേക്ക് അങ്ങ് പൊട്ടി അങ്ങ് പോയി. എൻ്റെ കുപ്പിവളയല്ല ഏകദേശം ഇനിയിപ്പം റിമൈനിങ് വന്ന കുപ്പിവളയാണ്. ഇനി എനിക്കാണെങ്കിൽ കുപ്പിവള എപ്പോഴും അത്യാവശ്യം. റീൽസൊക്കെ ചെയ്യുന്നതുകൊണ്ട് നമ്മൾ ഓരോ സാരിക്ക് മാച്ചിങ് ആയിട്ടല്ലേ വളയൊക്കെ ഇടുന്നത്. അപ്പോഴത്തേക്കും ഞാൻ കുപ്പിവള ഇടുവാണ്. അപ്പോൾ അങ്ങനെ വള ഇട്ടു. അപ്പോൾ മിക്കവാറും നമ്മൾ ഗ്രീന് വള ഇച്ചിരി ചെറുത്, അപ്പോഴത്തേക്ക് പൊട്ടി പോയി ഇടും തോറും. ഒന്നാമതേ കുറച്ചേ ഉള്ളൂ, അതിൻ്റെ കൂട്ടത്തിൽ ഇട്ടിട്ട് നമ്മൾ പെട്ടെന്ന് സ്പീഡിൽ ഇടുമ്പോഴത്തേക്ക് പൊട്ടിയും പോവും. എന്തായാലും നമ്മൾ വളയൊക്കെ ഇട്ട് സെറ്റായി. അങ്ങനെ നമ്മുടെ ഒരുക്കം ഏകദേശം റെഡിയായി. ഇനിയിപ്പം ഫോട്ടോ എടുക്കണം. ഇനിയിപ്പം നമ്മൾ നല്ലോണം ഒരുങ്ങിയ സ്ഥിതിക്ക്
നമുക്ക് അങ്ങനെ നമ്മുടെ സാരി ഡ്രൈപ്പിംഗ് വീഡിയോ പാർട്ട് 1 ചെയ്ത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അപ്പോൾ പാർട്ട് 2 ഇനി വേണ്ടി എല്ലാവരും വെയിറ്റിംഗ് ആയിരുന്നു. അപ്പോഴത്തേക്ക് പാർട്ട് 2 നമ്മൾ അടിപൊളിയായിട്ട് നമ്മുടെ കളർഫുൾ സാരി ഉടുക്കുന്ന വീഡിയോ അപ്പോൾ കംപ്ലീറ്റ് കണ്ടില്ലേ, ഞാൻ കാലിൽ മിഞ്ചിയൊക്കെ ഇട്ടത്. അപ്പോൾ എൻ്റെ നഖമൊക്കെ കുഞ്ഞ് നഖമാണ്. അപ്പോഴത്തേക്ക് കുറേ നെയിൽ പോളിഷൊക്കെ വെളിയിലൊക്കെ പോയിട്ടുണ്ട്. എന്നാലും ഞാൻ മിഞ്ചിയൊക്കെ ഇട്ട് അടിപൊളിയായേ. പിന്നെ ഞാൻ കുറേ ഫോട്ടോസൊക്കെ എടുത്ത് നോക്കുവാണേ. ഞാനാണെങ്കിൽ സ്റ്റാൻഡ് വെച്ചിട്ട് സ്വന്തമായിട്ട് കുറേ ഫോട്ടോസൊക്കെ എടുത്ത് സ്റ്റാൻഡൊക്കെ വെച്ചിട്ട് ചുമ്മാ ഒരുങ്ങിയതല്ലേ, അപ്പോഴത്തേക്ക് എങ്ങനെയുണ്ട് എൻ്റെ ഒരു ഒരുക്കം എന്നൊക്കെ അറിയാൻ വേണ്ടി കുറേ ഫോട്ടോസൊക്കെ എടുത്തേ. അപ്പോൾ ഞാൻ സാരി ഡ്രേപ്പിംഗ് വീഡിയോ പാർട്ട് 2 എല്ലാവരും സപ്പോർട്ടൊക്കെ ചെയ്യണേ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ എല്ലാവരും വീഡിയോ ലൈക്കൊക്കെ ചെയ്യണേ. എല്ലാവരും